കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. 9 വർഷം അധികാരത്തിലിരുന്ന ശേഷമാണ് പടിയിറക്കം. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് രാജി. പുതിയ നേതാവിനെ പാർട്ടി തീരുമാനിക്കും വരെ പ്രധാനമന്ത്രിയായി തുടരുമെന്ന് ട്രൂഡോ. റൈഡോ കോട്ടേജിലെ വസതിക്ക് പുറത്ത് നടത്തിയ പത്രസമ്മേളനത്തിലാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപനം നടത്തിയത്. ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനവും രാജിവെക്കുന്നതായി ട്രൂഡോ പറഞ്ഞു. എന്നാൽ പ്രത്യേക നേതൃത്വ കൺവെൻഷൻ ചേർന്നതിന് ശേഷമേ ലിബറൽ പാർട്ടിക്ക് പുതിയ നേതാവിനെ പ്രഖ്യാപിക്കാൻ സാധിക്കൂ. അതുവരെ പ്രധാനമന്ത്രിയായി തുടരുമെന്നാണ് ട്രൂഡോയുടെ പ്രഖ്യാപനം. പാർട്ടിക്കുള്ളിൽ പിന്തുണ നഷ്ടപ്പെടുന്നതും വോട്ടെടുപ്പുകളിലെ കുറഞ്ഞ ജനപ്രീതിയുമാണ് രാജിക്ക് പിന്നിലെ പ്രധാന കാരണം. ശക്തവും രാജ്യവ്യാപകവുമായ മത്സര പ്രക്രിയയിലൂടെ പാർട്ടി അതിന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുത്തതിനു ശേഷം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കാൻ താൻ ഉദ്ദേശിക്കുന്നുവെന്ന് ട്രൂഡോ പ്രതികരിച്ചു. ഒക്ടോബറിൽ ഏകദേശം 20ഓളം എംപിമാർ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ടുള്ള നിവേദനത്തിൽ ഒപ്പിട്ടിരുന്നു. ഞായറാഴ്ചയോടെ ലിബറൽ എംപിമാരിൽ ഭൂരിപക്ഷവും ട്രൂഡോയെ പുറത്താക്കണമെന്ന ആവശ്യവുമായി പരസ്യമായി രംഗത്തെത്തി. ഇതോടെയാണ് ട്രൂഡോ പാർട്ടി നേതൃസ്ഥാനം ഒഴിഞ്ഞതും പ്രധാനമന്ത്രി പദത്തിൽ നിന്നും മാറാൻ സന്നദ്ധത അറിയിച്ചതും. ഇതിനോടകം ട്രൂഡോ സർക്കാരിന്റെ ജനപ്രീതിയും കുത്തനെ ഇടിഞ്ഞിരുന്നു. പണപ്പെരുപ്പം, ഭവന പ്രതിസന്ധി, കുടിയേറ്റം തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് ട്രൂഡോ സർക്കാർ നേരിടുന്നത്. ഡിസംബർ 16-ന് ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ക്രിസ്റ്റീയ ഫ്രീലാൻഡ് രാജിവെച്ചിരുന്നു. ട്രൂഡോയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചായിരുന്നു രാജി. ഇതും ട്രൂഡോയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. കാനഡയിൽ ഈ വർഷം നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി തോൽക്കുമെന്ന സർവേ ഫലങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. കനേഡിയൻ പാർലമെന്റിൽ ലിബറൽ പാർട്ടിയുടെ 153 എംപിമാരിൽ 131 പേർ ട്രൂഡോയ്ക്ക് എതിരായിരുന്നു. പുതിയ നേതൃസ്ഥാനത്തേക്ക് മുൻ ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റീയ ഫ്രീലാൻഡ്, മുൻ പ്രധാനമന്ത്രി ഡൊമിനിക് ലെബ്ലാങ്ക് എന്നിവരുടെ പേരുകളാണ് ഉയരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.